കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതങ്ങൾ തീവ്രമാകുന്നതിനനുസരിച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പതിവാകുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതിശക്തമായ മഴ വയനാട് ദുരന്തത്തിന് ഒരു കാരണമാകുന്ന കാഴ്ചയും നൊമ്പരങ്ങളായി. ഈ വർഷം ലോകമെമ്പാടും നിരവധി മണ്ണിടിച്ചിലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ജനുവരിയിൽ ചൈനയിലെ യുനാൻ മുതൽ മെയ് മാസത്തിൽ പാപ്പുവ ന്യൂഗിനിയ വരെ, ജൂലൈയിൽ ഇന്തോനേഷ്യയിലെ സുലവേസി ദ്വീപിലേക്കും കേരളത്തിലെ വയനാട്ടിലേക്കുമെല്ലാം ഉണ്ടായ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ നമ്മളെയെല്ലാം ഞെട്ടിക്കുന്നതാണ്. വയനാട് ജില്ലയിലെ മേപ്പാടിയിലുണ്ടായ ഉരുൾപൊട്ടലുകളുടെ പരമ്പരയിൽ മരിച്ചവരുടെ എണ്ണം 270 കൂടുതലാകുന്നു. അതിനോടൊപ്പം 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ തീവ്രമാകുന്നതിനനുസരിച്ച് അവയുടെ ആവൃത്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യജീവിതത്തിനും ഉപജീവന മാർഗത്തിനും കാര്യമായ നഷ്ടമുണ്ടാകുന്നു. ഉരുൾപൊട്ടൽ മൂലമുണ്ടാകുന്ന ആഗോള മരണങ്ങളിൽ 8% ഇന്ത്യയിലാണ്. 2001-21 കാലഘട്ടത്തിൽ മണ്ണിടിച്ചിലിൽ തന്നെ നിരവധി ആളുകളുടെ ജീവിതം നഷ്ടമായിട്ടുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യമായ മരണങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും ജീവനുകളെ സംരക്ഷിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഏറ്റവും വലിയ ഭൂവിസ്തൃതിയുള്ളത് സിക്കിമിലാണ്. ഇതിൽ തന്നെ കേരളവും ഏറ്റവും ദുർബലമായ അവസ്ഥയിൽ തന്നെയാണ്. 2023 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം രാജ്യത്തിലുടനീളം ഉരുൾപൊട്ടൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇന്ത്യയുടെ ലാൻഡ്സ്ലൈഡ് അറ്റ്ലസ് പുറത്തിറക്കിയിരുന്നു. ഇതിൽ ഏറ്റവും ദുർബലമായ പ്രദേശങ്ങളിൽ ഹിമാലയവും പശ്ചിമഘട്ടവും ഉൾപ്പെടുന്നു. കുത്തനെയുള്ള ചരിവുകളുള്ള പർവ്വത പ്രദേശങ്ങളിൽ സാധാരണയായി സംഭവിക്കുന്ന പ്രകൃതിദത്ത പ്രതിഭാസമാണ് മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ. ഈ ഉരുൾപൊട്ടൽ സമയത്ത് വലിയ അളവിലുള്ള പാറകൾ, അയഞ്ഞ ചെളി, മണ്ണ് അവശിഷ്ടങ്ങൾ എന്നിവ മലഞ്ചെരിവിൽ നിന്നും ഉരുണ്ടുവരുന്നു. അതിൻ്റെ ഫോഴ്സ് വളരെ വലുതാണ്. കെട്ടിടങ്ങൾക്കും മനുഷ്യൻ്റെ ജീവനും എല്ലാം ഭീഷണിയുള്ള ഒരു പ്രതിഭാസമാണിത്. മണ്ണിൻ്റെ ഭൂപ്രകൃതി, പാറകൾ, ജിയോമോർഫോളജി, ചരിവ് കോണുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഈ കണ്ടീഷനിങ് ഘടകങ്ങളെല്ലാം. ഈ ഘടകങ്ങൾ രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിലിന് കൂടുതൽ ഇരയാകുന്നു. തീവ്രമായ മഴയും ഭൂവിനിയോഗത്തിലെ ചിന്താശൂന്യമായ മാറ്റങ്ങൾ, അതായത് ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള മനുഷ്യൻ്റെ പ്രവൃത്തികൾ മൂലവും റോഡ്, പാലം നിർമ്മാണം, ക്രമരഹിതവും അശാസ്ത്രീയവുമായ മറ്റ് നിർമ്മാണം, വനങ്ങളുടെ വൻതോതിലുള്ള നാശം എന്നിവ പോലുള്ള പ്രവർത്തനങ്ങളാൽ മണ്ണിടിച്ചിലിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും സാധ്യത കൂടുന്നു. തോട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മരങ്ങൾ മുറിക്കുന്നത് കേരളത്തിൽ ഉരുൾപൊട്ടലിന് കാരണം കൂടുതൽ ഉണ്ടാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കാരണം കേരളത്തിൽ ഉണ്ടാകുന്ന ഭൂരിഭാഗം ഉരുൾപൊട്ടലുകളും തോട്ടം മേഖലകൾക്ക് ചുറ്റുമാണ്. മരങ്ങൾ വെട്ടിമുറിക്കുന്നത് മൂലം അടിഭാഗത്തെ മണ്ണിനെ അടിത്തട്ടിലേക്ക് നിലനിർത്തുന്നത് പരാജയപ്പെടുകയും മണ്ണിൽ മഴ പെയ്യുമ്പോൾ വെള്ളമിറങ്ങി മണ്ണിന് ബലക്കുറവ് ഉണ്ടാകുകയും ഇത് മണ്ണിടിച്ചിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എന്നാൽ തോട്ടത്തിൽ വളരുന്ന തേയില, കാപ്പി തുടങ്ങിയവയ്ക്ക് ആഴം കുറഞ്ഞ വേരുകളാണ് ഉള്ളത്. ഈ ഘടകങ്ങൾക്കൊപ്പം അശാസ്ത്രീയമായ നിർമ്മാണ രീതിയും ക്വാറികളും ഈ അപകടത്തിൻ്റെ പരിണാമത്തിന് കാരണമായേക്കാം. ഉയർന്നു വരുന്ന ആഗോളതാപന സാഹചര്യം കാരണം കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഭാവിയിൽ ഇനിയും മോശമാകാൻ സാധ്യതയുണ്ട്. വയനാട് പോലുള്ള മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. ലാൻഡ്സ്ലൈഡ് റിസ്ക് മാപ്പിംഗ് മാപ്പ് ചെയ്യുന്നതിന് ഉപഗ്രഹ നിരീക്ഷണങ്ങളും ഡിജിറ്റൽ എലവേഷൻ മോഡലുകളും ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരം സോണിംഗ് മാപ്പുകളെ അടിസ്ഥാനമാക്കി സർക്കാർ ഭൂമി മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച വ്യക്തമായ നയങ്ങൾ രൂപപ്പെടുത്തണം. നിലവിലെ എല്ലാ സംവിധാനങ്ങളുടെ ഉപയോഗവും ഉറപ്പുവരുത്തി ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ തന്നെ പാരിസ്ഥിതികമായി ദുർബലമായ ഭൂമിയിൽ ജീവിക്കുന്ന ദരിദ്രരായ ആളുകളെ ബാധിക്കുന്ന വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമെല്ലാം പരിഹരിക്കാനുള്ള ദീർഘകാല തന്ത്രങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ഉയർന്ന ജനസാന്ദ്രതയുള്ള കേരളം പരിസ്ഥിതി പരിപാലനത്തിനും ഭൂവിനിയോഗത്തിനുമുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളിലും മാനുഷികവുമായ സംരംഭങ്ങൾ ആരംഭിക്കണം.